Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 അപ്ഡേഷൻ ബേസ്ഡ് റേഡിയോളജി ചാപ്റ്ററിൽ നിന്നുള്ള CPC എക്സാം ബേസ്ഡ് 5 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ സ്വന്തമായി വായിച്ച് തന്നെ നോക്കുക, സ്വന്തമായി തന്നെ ആൻസർ കണ്ടെത്തുക, എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടൈമിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങളുടെ ടൈമിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. CPC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടൈമിംഗ്. സോ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മുടെ ടൈമിംഗ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. സോ ഫ്രണ്ട്സ്, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. A 32 years old pregnant female has gestational diabetes. At 34 weeks gestation, her doctor is concerned about decreased fetal movement. The patient is sent to the radiology department of the hospital for a biophysical profile. The radiologist performs and interprets 4 elements scored by the ultrasound, and it was reassuring. 8/8 a non-stress test will be performed by the obstetrician at the patient's next office visit. Note the radiologist. What is the correct CPT code for the fetal profile performed by the radiologist? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇവിടെ പേഷ്യന്റിന് 32 ഇയേഴ്സ് ഓഫ് ഓൾഡ് ആണ്. പ്രഗ്നന്റ് പേഷ്യന്റിന് 34 വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ആ പേഷ്യന്റിന് ഡിഗ്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഡോക്ടർ പേഷ്യന്റിനെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ബയോഫിസിക്കൽ പ്രൊഫൈൽ BPP അതിനു വേണ്ടിയിട്ടാണ് വിട്ടത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. CPC എക്സാമിനും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ നോൺ stress test will be performed by the obstetrician at the patient's next office visit, not the radiologist. അതായത് ഇവിടെ ഈ നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴല്ല, ആ ഒരു ടെസ്റ്റ് നെക്സ്റ്റ് വിസിറ്റിലാണ് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പൊ ഒബ്സ്ട്രീഷ്യൻ ആ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളൂ. ടെസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വിസിറ്റിലായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കോഡുകൾ ഏതൊക്കെ വരിക നോക്കിയേക്കാം. ഓപ്ഷൻ A 76818 ഓപ്ഷൻ B 76815 ഓപ്ഷൻ C 76819 ഓപ്ഷൻ D 76820 ആണ്. നോക്കാം. ഓപ്ഷൻ A 76818 എന്താ പറയുന്നത് നോക്കിയേക്കാം. ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈൽ വിത്ത് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ്. സോ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നേരെ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തെറ്റായ ഓപ്ഷൻ കറക്റ്റ് ചെയ്യും. അതാണെന്ന് കരുതിയിട്ട്. സോ നമുക്കിപ്പോ മനസ്സിലായി അവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ, നെക്സ്റ്റ് വിസിറ്റിലാണ് അത് പെർഫോം ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ A അല്ല എന്ന് മനസ്സിലായി. നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ B 76815 ultrasound pregnant uterus real time with imaging documentation limited example fetal heartbeat placental location fetal position and or qualitative amniotic fluid volume 1 or more fetus. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ B എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ C 76819 നോക്കാം. ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈൽ വിത്തൗട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ്. സോ നമ്മൾ ആൻസർ 76819 ഓപ്ഷൻ C ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫീറ്റൽ ബയോഫിസിക്കൽ പ്രൊഫൈൽ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ വിത്തൗട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. സോ നമ്മൾ ആൻസർ C ആണ്. പിന്നെ നമുക്ക് വെറുതെ ടൈം കളയേണ്ട, D നോക്കിയിട്ട് ഓപ്ഷൻ C ആണ് വരിക കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. A CT density study is performed on a post-menopausal female to screen for osteoporosis. Today's visit
the bone density study will be performed on the spine. Which CPT code is reported? So നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് CPT കോഡിങ്ങിന് റൂൾ ഉണ്ട്. പാസ്റ്റോ ഫ്യൂച്ചറോ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടുഡേ വിസിറ്റിൽ ബോൺ ഡെൻസിറ്റി സ്റ്റഡിയാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. അതും അനാട്ടമിക്കൽ സൈറ്റ് എന്ന് പറഞ്ഞ സ്പൈനിലാണ് അത് നടത്തിയിട്ടുള്ളത്. സോ നമുക്ക് അതാണ് കോഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് കോഡുകൾ ഓരോന്നായിട്ട് നോക്കാം. എ എന്ന് പറഞ്ഞ കോഡ് 77075, ബി ഓപ്ഷൻ 77080, സി ഓപ്ഷൻ 77078, ഡി ഓപ്ഷൻ 72081 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കോഡ് ബുക്കിൽ നോക്കി നോക്കാം. എന്താണ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. 77075 അതിന്റെ പാരലൽ കോഡാണ് 77074. റേഡിയോളജിക് എക്സാമിനേഷൻ OCS സർവേ കംപ്ലീറ്റ് ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൽ. സോ അതല്ല നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി നോക്കാം. 77080 ഡുവൽ എനർജി എക്സ്റേ absorptiometry DXA bone density study one or more sites axial skeleton example hip pelvis spine. So അതല്ല നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 77080. ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 77078 നമുക്ക് നോക്കിയേക്കാം. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ബോൺ മിനറൽ ഡെൻസിറ്റി സ്റ്റഡി വൺ ഓർ മോർ സൈറ്റ്സ് ആക്സിൽ സ്കെലിറ്റൻ എക്സാമ്പിൾ ഹിപ്സ് പെൽവിസ് സ്പൈൻ. സോ നമ്മളെ ആൻസർ സി ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയി പറയുന്നുണ്ട്. അപ്പോൾ 77 അതായത് നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് CT ഡെൻസിറ്റി ആണ് നടത്തിയിട്ടുള്ളത്. സോ CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി ബോൺ മിനറൽ ഡെൻസിറ്റി സ്റ്റഡി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞ കോഡ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മളെ ഓപ്ഷൻ സി. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സി കറക്റ്റ് ചെയ്തത് നമ്മൾ എടുത്തത്. സോ ഓപ്ഷൻ ഡി നോക്കി സമയം കളയണ്ട. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. The patient is 15 weeks pregnant with twins coming back to her obstetrician to have a transabdominal ultrasound performed to reassess anatomic abnormalities of both fetus that were previously demonstrated in the last ultrasound. What ultrasound codes are reported? അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ ട്വിൻസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ കമ്മിങ് ബാക്ക് ടു ഹെർ ഒബ്സ്ട്രീഷൻ ആണ്. അതായത് രണ്ടാമത് അവർ വന്നിക്കാണ്. അതായത് ഫോളോ അപ്പ് എന്നുള്ള ലെവലിലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ അബ്നോർമാലിറ്റീസ് ബോത്ത് ഫീറ്റേഴ്സിനെയും എഫക്ട് ചെയ്തിട്ടുണ്ടോ. സോ നമുക്കപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണത്. അതുപോലെ തന്നെ നമുക്ക് ഇനി കോഡ് ചെയ്യുന്നത് വാട്സ് അൾട്രാസൗണ്ട് കോഡ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ 76815 ഡിസ്ക്രിപ്ഷൻ നോക്കാം. അൾട്രാസൗണ്ട് പ്രഗ്നന്റ് യൂട്രസ് റിയൽ ടൈം വിത്ത് ഇമേജ് ഡോക്യുമെന്റേഷൻ ലിമിറ്റഡ് എക്സാമ്പിൾ fetal heartbeat placenta location fetal position and or qualitative amniotic fluid volume one or more fetuses. സോ അതും നമ്മളെ ക്വസ്റ്റ്യനുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. 76816 with 59 modifier. Okay. Ultrasound pregnant uterus real time with image documentation follow up example re-evaluation of fetal size by measuring standard growth parameters and amniotic fluid volume re-evaluation of a organ systems suspected or confirmed to be abnormal on a previous scan transabdominal approach per fetus. അതിനിടയിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് 76816 വിത്ത് മോഡിഫയർ 59 ഫോർ ഈച്ച് അഡീഷണൽ ഫീറ്റസ് എക്സാമിൻഡ് ഇൻ എ മൾട്ടിപ്പിൾ പ്രഗ്നൻസി. സോ നമുക്കിവിടെ 2 ഫീറ്റസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ട്വിൻസ് കമ്മിങ് ബാക്ക് ടു ഹെർ
ഒബ്സ്ട്രീഷൻ, അതായത് ഫോളോ അപ്പ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഡോക്യുമെന്റേഷൻ, ഫോളോ അപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈച്ച് അഡീഷണൽ ഫീച്ചേഴ്സിന് നമ്മൾ 59 മോഡിഫയറും കൊടുക്കണമെന്ന് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറക്റ്റ് ആൻസർ ബി ആണ്. സോ പിന്നെ സിയും ഡിയും നോക്കി നമ്മൾ വെറുതെ സമയം കളയണ്ട. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. 56 years of old female is having a bilateral mammogram with computer aided detection conducted as a screening because the patient has had a previous cyst in the right breast. What radiological services are reported? ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ് മാമോഗ്രഫി ബൈലാറ്ററൽ ആണെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിറ്റക്ഷൻ ആണ് ഇവിടെ കണ്ടക്ട് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. 77065 into 2. ഓപ്ഷൻ ബി 77065, 77066. ഓപ്ഷൻ സി 77067. ഓപ്ഷൻ ഡി 77066. നമുക്ക് ഓപ്ഷൻ എ കോഡ് ഡിസ്ക്രിപ്ഷൻ എന്താ നോക്കാം. 77065 diagnostic mammography including computer aided detection when performed unilateral. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബൈലാറ്ററൽ ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി നോക്കാം. 77075 ആ ഒരു കോഡ് തന്നെയായിരുന്നു നമ്മൾ എയിലും എലിമിനേറ്റ് ചെയ്ത്. സോ നമുക്ക് ബി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് തന്നെ. ഇനി നമുക്ക് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കാം. 77067 സ്ക്രീനിങ് മാമോഗ്രഫി ബൈലാറ്ററൽ ട്രൂ വ്യൂ സ്റ്റഡി of each breast including computer aided detection. സോ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ 77067 ആണ്. അവിടെ കറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയി പറയുന്നത് സ്ക്രീനിങ് മാമോഗ്രഫി ബൈലാറ്ററൽ ആണെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിറ്റക്ഷൻ ആണെന്നും. സോ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി എന്നുള്ള ഓപ്ഷൻ വെറുതെ നോക്കി ടൈം കളയണ്ട. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. 35 years of old male sees his primary care physician complaining of fever with chills, cough and congestion. The physician performs a chest X-ray taking lateral and anterior posterior views in his office. The physician interprets the X-ray view and the patient is diagnosed with a walking pneumonia. Which CPT code is reported for a chest X-ray performed in the office and interpreted by the physician? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ 35 years ഓഫ് ഓൾഡ് പേഷ്യന്റ് ആണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് പനി, വിറയൽ, ചുമ എന്ന് പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പ്രൈമറി കെയർ ഫിസിഷ്യന്റെ അടുത്ത് പോകുന്നു. ആ ഫിസിഷ്യൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് തന്നെ ഈ ഫിസിഷ്യൻ തന്നെയാണ് ജസ്റ്റ് എക്സ്റേ എടുത്ത് കൊടുക്കുന്നു. ആന്റീരിയർ പോസ്റ്റീരിയർ വ്യൂവിൽ ലാറ്ററൽ വ്യൂവിലൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഫിസിഷ്യൻ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നു വാക്കിംഗ് ന്യൂമോണിയ ആണെന്ന്. സോ ഈ ഓഫീസ് ടൈപ്പ് പ്രൊസീജിയറിന്റെ അല്ലെങ്കിൽ ഈ ഓഫീസ് ടൈപ്പ് ചെസ്റ്റ് എക്സ്റേ ചെയ്തതിന്റെ റേഡിയോളജി കോഡാണ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് മോഡിഫൈ 26 ഉപയോഗിക്കുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രൊസീജിയർ നടക്കുന്നതെങ്കിൽ നമുക്ക് 26 മോഡിഫയർ കൊടുക്കാം. അതുപോലെ തന്നെ ഫിസിഷ്യൻ ആ റിപ്പോർട്ടിൽ ഇന്റർപ്രറ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 26 മോഡിഫയർ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഓഫീസ് ടൈപ്പ് പ്രൊസീജിയർ ആണ്. സോ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇവിടെ മോഡിഫൈ 26ന്റെ ഉപയോഗം അറിയുന്ന ഒരു വ്യക്തിക്ക് ആൻസറിനെ ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റും. കാരണം 26 മോഡിഫയർ ഈ ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് സി ആണ് ആൻസർ എന്ന് പറയാം. കാരണം 26 മോഡിഫയർ ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് 26 മോഡിഫയറിന്റെ വ്യക്തമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ 26 മോഡിഫയർ എങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എങ്ങനെ 26 മോഡിഫയർ വരുന്ന ഓപ്ഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് കറക്റ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ അത് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ചെയ്യായിരിക്കും ഒന്നൊരു എളുപ്പം. സോ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് നോക്കാം എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തതെന്ന്. ഓപ്ഷൻ എ 71046 വിത്ത് 26 മോഡിഫയർ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പാരലൽ കോഡാണ് 71045 റേഡിയോളജിക് എക്സാമിനേഷൻ ചെസ്റ്റ് 2 വ്യൂസ്. അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ലാറ്ററലും അതേപോലെ തന്നെ AP വ്യൂസ് ആന്റീരിയർ പോസ്റ്റീരിയർ വ്യൂ ആണ്. അപ്പോൾ ലാറ്ററലും AP വ്യൂസും വരുമ്പോൾ 2 വ്യൂ ആണ്. അതുപോലെ തന്നെ ചെസ്റ്റിലാണ് എക്സ്റേ നടത്തിയത്. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡ് തന്നെയാണ് വരിക 71045.
046. പക്ഷേ 26 മോഡിഫയർ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ഓഫീസ് ടൈപ്പ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ 26 മോഡിഫയറുടെ ഉപയോഗം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സി ആണ് ആൻസർ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങനെ ഒറ്റയടിക്ക് ആൻസർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് CPC എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. സോ നമ്മൾ പരമാവധി ഈ മോഡിഫയേഴ്സിന്റെ ഒക്കെ ഉപയോഗങ്ങളും അതും എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റി നമുക്ക് ഒരൊറ്റ ഇതിൽ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഡിഫയേഴ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് ചാടാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കണ്ടോ, ഡി എന്നുള്ളതിൽ 26ഉം TC, ഇങ്ങനെ അത് രണ്ടും ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഓരോ ടിപ്സുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പരമാവധി എല്ലാവരും അങ്ങനത്തെ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇതൊന്ന് സേവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സോ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കി നമ്മളെ ടൈം കളയേണ്ട കാര്യമില്ല. നമ്മളെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഫ്രണ്ട്സ്, ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you on my next video. Okay, then bye.